നമസ്കാരം. നമ്മളിന്ന് അബുദാബിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. പക്ഷേ നമ്മൾ കാണുന്ന ഈ കൂറ്റൻ കെട്ടിടങ്ങളുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിന്റെയും കഥയല്ല ഇത്. അല്ല, അതിനും എത്രയോ ആഴത്തിലുള്ള ഉരുക്കിനും ഗ്ലാസിനും അടിയിൽ മറഞ്ഞുകിടക്കുന്ന ഒരു ചരിത്രമുണ്ട്. നമുക്ക് ആ കഥയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ കാണുന്ന ചിത്രം നോക്കൂ. ഒരു അൾട്രാ മോഡേൺ നഗരം അല്ലേ? തിളങ്ങുന്ന കെട്ടിടങ്ങൾ. പക്ഷേ ഒരു നിമിഷം, ഈ കാണുന്ന നഗരത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഈ മിന്നിത്തിളങ്ങുന്ന പുറംചട്ടയ്ക്കടിയിൽ ഒരുപാട് ചരിത്രത്തിന്റെ അടരുകളുണ്ട്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. ഈ അമ്പരചുംബികളൊക്കെ വരുന്നതിനും ഒരുപാട് മുൻപുള്ള കാലത്തുനിന്ന് ആരായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ ആളുകൾ? ഈ ടൈം ലൈൻ കണ്ടോ? ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. BCE 3200, അതായത് 5000 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ മനുഷ്യവാസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വരുന്നത് 1700കളിലേക്കാണ്. ഇന്നത്തെ അബുദാബിക്ക് അടിത്തറ പാകിയ ബാനിയാസ് ഗോത്രം ഇവിടെ താമസമുറപ്പിക്കുന്നു. അതിനുശേഷം 1940കളിൽ സർ വിൽഫ്രഡ് തെസഗർ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ട ആ പഴയ ജീവിതം. അപ്പോൾ അത്രയും വലിയൊരു ചരിത്രമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഈ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ബെഡുവിനുകൾ. ആരാണിവർ? വെറും മരുഭൂമിയിലെ നാടോടികളെന്ന് കരുതിയാൽ തെറ്റി. അവർ മരുഭൂമിയുടെ യജമാനന്മാരായിരുന്നു, അതിജീവനത്തിന്റെ ആശാന്മാരായിരുന്നു. അതിലുപരി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സിൽക്ക് റോഡിലൂടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്ന സമർത്ഥരായ വ്യാപാരികൾ കൂടിയായിരുന്നു അവർ. ഇനി അബുദാബി എന്ന പേരിന് പിന്നിലെ കഥ കേൾക്കണോ? വളരെ രസകരമാണ്. അബുദാബി എന്നാൽ മാനിന്റെ നാട് എന്നാണർത്ഥം. ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്: ദാഹിച്ചു വലഞ്ഞ ഒരു ഗോത്രത്തിന് വഴികാണിച്ച് ശുദ്ധജലത്തിനടുത്തേക്ക് എത്തിച്ചത് ഒരു മാനാണത്രേ. ആ ഒരൊറ്റ ഉറവയിൽ നിന്നാണ് ഈ വലിയ നഗരം വളർന്നു വന്നത്. ഓർക്കണം, മരുഭൂമിയിൽ വെള്ളമെന്ന് പറഞ്ഞാൽ അത് ജീവൻ തന്നെയാണ്. ആ കാലഘട്ടത്തെക്കുറിച്ച് തെസിഗർ പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ മരുഭൂമിയുടെ ഒരു ഫീൽ കിട്ടും. പുറമെ നിന്ന് നോക്കുമ്പോൾ അതൊരു ക്രൂരമായ ഭൂമിയായിരിക്കാം, പക്ഷേ അതിനൊരു വല്ലാത്ത വശ്യതയുണ്ട്. ആ കാഠിന്യം തന്നെയാണ് ഇവിടുത്തെ മനുഷ്യരെ അത്രയേറെ കരുത്തരാക്കി മാറ്റിയത്. ശരി, ഇനി നമുക്ക് മണലാരണ്യത്തിൽ നിന്ന് നേരെ കടലിന്റെ ആഴങ്ങളിലേക്ക് പോകാം. എണ്ണ കണ്ടെത്തുന്നതിന് മുൻപ് അബുദാബിയുടെ ജീവനും സമ്പത്തുമെല്ലാം കടലിലായിരുന്നു. ആ കഥയാണ് ഇനി. ഈ കണക്കുകൾ നോക്കൂ. ഇത് ഏകദേശം 1907ലെയാണ്. ഗൾഫ് മേഖല മുഴുവൻ ജീവിച്ചിരുന്നത് ഈ മുത്തു വ്യവസായത്തെ ആശ്രയിച്ചാണ്. 10,000കണക്കിന് ആളുകൾ ഈ ജോലിയിലുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം. ഇതൊരു ചെറിയ ബിസിനസ്സായിരുന്നില്ല. ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ സമ്പദ്വ്യവസ്ഥയുടെയും നട്ടല്ലായിരുന്നു ഈ മുത്തുകൾ. അപ്പോ ഈ മുത്തുവാരൽ ഒരു സാധാരണ ജോലിയായിരുന്നില്ല. അതൊരു വലിയ ആഘോഷം പോലെയായിരുന്നു. ഘൗസൽ കബീർ അഥവാ മഹത്തായ മുങ്ങൽ. മാസങ്ങളോളം നീണ്ടുനിൽക്കുന്ന അപകടം പിടിച്ചൊരു യാത്രയാണത്. ഒരു സമൂഹം ഒന്നടങ്കം പ്രാർത്ഥനകളോടെ അവരെ യാത്രയാക്കും. 4 മാസത്തിനു ശേഷം അവർ തിരിച്ചെത്തുമ്പോൾ വീരനായകന്മാരെ പോലെയാണ് അവരെ സ്വീകരിച്ചിരുന്നത്, പാട്ടും ആഘോഷവുമൊക്കെയായിട്ട്. ഈ ഒരു വാചകം മതി അന്നത്തെ അവസ്ഥ മനസ്സിലാക്കാൻ. JG ലോറിമർ പറഞ്ഞതുപോലെ, മുത്തില്ലെങ്കിൽ പിന്നെ ഈ തീരപ്രദേശത്തിന് നിലനിൽപ്പില്ല. കാരണം മറ്റൊന്നും അവർക്കില്ലായിരുന്നു. അവരുടെ ജീവിതം മുഴുവൻ കടലിന്റെ അടിത്തട്ടിലെ ആ ചെറിയ മുത്തുകളെ ആശ്രയിച്ചായിരുന്നു. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം കഥ മൊത്തത്തിൽ മാറി. മുത്തിന്റെ വിലയിടിഞ്ഞു. പക്ഷേ അതിനേക്കാൾ വലിയൊരു നിധി ഭൂമിക്കടിയിൽ നിന്ന് കണ്ടെത്തി: കറുത്ത പൊന്ന്, അതായത് എണ്ണ. ഇതോടെ അബുദാബിയുടെ പുതിയ യുഗം തുടങ്ങി. ഈ മാറ്റത്തിന്റെ വേഗത ഒന്ന് നോക്കിക്കേ. അവിശ്വസനീയമാണ്. എണ്ണപ്പണം ഒഴുകി തുടങ്ങിയപ്പോൾ ഒരു ചെറിയ മീൻപിടുത്ത ഗ്രാമം വെറും 30 വർഷം കൊണ്ട് ഒരു ആഗോള മഹാനഗരമായി മാറി. ശരിക്കും ഒരു തലമുറയുടെ കൺമുന്നിൽ നടന്നൊരത്ഭുതം. പക്ഷേ ഈ വളർച്ച വെറുതെ തോന്നിയ പോലെ ആയിരുന്നില്ല. അതിനു പിന്നിൽ വ്യക്തമായൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ മഖ്ലൂഫ് എന്ന ഈജിപ്ഷ്യൻ ആർക്കിടെക്റ്റിന്റെ വാക്കുകൾ കേൾക്കൂ. അദ്ദേഹം വെറും കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ല ഉണ്ടാക്കിയത്, മറിച്ച് അവിടത്തെ പരമ്പരാഗത ജീവിതരീതി നിലനിർത്തുന്ന, കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സാമൂഹിക പദ്ധതിയാണ് തയ്യാറാക്കിയത്. കണ്ടോ? ഇടതുവശത്ത് അദ്ദേഹം വരച്ച ആ പ്ലാൻ, വലതുവശത്ത് ഇന്നത്തെ അബുദാബിയുടെ ഒരു ഏരിയൽ വ്യൂ. ആ ആശയത്തിന്റെ ഒരു DNA പോലെ അത് ഇന്നത്തെ നഗരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആ പ്ലാന് വെറും ഒരു കടലാസിൽ ഒതുങ്ങിയില്ല, അത് യാഥാർത്ഥ്യമായി. അദ്ദേഹത്തിന്റെ പ്രധാന ആശയമായിരുന്നു ഈ സൂപ്പർ ബ്ലോക്ക്. അതെന്താണെന്നല്ലേ? വളരെ സിമ്പിളാണ്. വലിയൊരു ചതുരം, അതിന്റെ പുറംഭാഗത്ത് മുഴുവൻ വലിയ വലിയ കെട്ടിടങ്ങളും ഓഫീസുകളും കടകളും. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് കയറിയാൽ ശാന്തമായ, കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ, അധികം ഉയരമില്ലാത്ത വീടുകളായിരിക്കും. ഈ ആശയം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് തണ്ണിമത്തൻ. പുറത്ത് തിരക്കും ബഹളവുമുള്ള വാണിജ്യ കെട്ടിടങ്ങളാകുന്ന കട്ടിയുള്ള തൊലി,
ഉള്ളിലാകട്ടെ ശാന്തവും സുരക്ഷിതവുമായ താമസസ്ഥലമാകുന്ന മധുരമുള്ള കാമ്പ്. പൊതുജീവിതവും സ്വകാര്യ ജീവിതവും തമ്മിൽ എന്ത് മനോഹരമായിട്ടാണ് ഇവിടെ വേർതിരിച്ചിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ അതിവേഗം മുന്നോട്ടു കുതിച്ച ഈ നഗരം ഒന്ന് നിന്ന് തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. തന്റെ ചരിത്രമെന്താണ്, തന്റെ സ്വത്വമെന്താണ് എന്നൊക്കെ തിരയാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ മോഡേൺ ഹെറിറ്റേജ് എന്ന ആശയം. അതായത് ഒരു 30-40 വർഷം പഴക്കമുള്ള നമ്മളൊക്കെ പഴയ കെട്ടിടം എന്ന് പറയുന്നവയെ അവർക്കിപ്പോൾ പൈതൃകമാണ്. കാരണം ആ കെട്ടിടങ്ങളാണ് ഈ നഗരം എങ്ങനെ വളർന്നു എന്നതിന്റെ ജീവിക്കുന്ന സാക്ഷികൾ. അപ്പോൾ നമ്മൾ കണ്ടത് ഒരു നഗരത്തിന്റെ പല അടരുകളാണ്. 5000 വർഷം പഴക്കമുള്ള പുരാതന ചരിത്രം, ബെഡുവിൻ പാരമ്പര്യത്തിന്റെ കരുത്ത്, മുത്തിന്റെ സമ്പത്ത്, പിന്നെ എണ്ണയുടെ വരവോടെയുണ്ടായ ആധുനിക കാഴ്ചപ്പാട്. ഇതെല്ലാം ചേർന്നതാണ് ഇന്നത്തെ അബുദാബി. അവസാനം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു നഗരത്തിന് അതിന്റെ ഇത്രയും വ്യത്യസ്തമായ ഭൂതകാലങ്ങളെ എങ്ങനെ ബഹുമാനിക്കാൻ കഴിയും? അതേസമയം തന്നെ എല്ലാവർക്കുമായി ഒരൊറ്റ ഭാവി എങ്ങനെ കെട്ടിപ്പടുക്കാൻ സാധിക്കും? അബുദാബിയുടെ കഥ ഇപ്പോഴും തുടരുകയാണ്. ആഴത്തിലുള്ള ചരിത്രത്തെയും അമ്പരചുംബികളായ ഭാവിയെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം. യഥാർത്ഥ വെല്ലുവിളി കെട്ടിടങ്ങൾ പണിയുന്നതിലല്ല, മറിച്ച് ഈ എല്ലാ കഥകളെയും ചേർത്തുവെച്ച് ഒരു പുതിയ ഭാവി എഴുതുന്നതിലാണ്.